നമസ്കാരം. കേന്ദ്ര തൊഴിൽ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ട്രാൻസോസ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അജ്മൽ ഷാ. ഞാൻ ട്രിവാൻഡ്രം ട്രാൻസോസിൻ്റെ ബ്രാഞ്ച് ഹെഡ് ആണ്. ഇത് നമ്മുടെ സീനിയർ അക്കാഡമിക് കൗൺസിലർ മിസ്സസ് നാസില, അതുപോലെ നമ്മുടെ സീനിയർ ട്രെയിനർ മിസ് രാഗി എന്നിവരാണ് ഇന്ന് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് എന്തെന്നാൽ ട്രാൻസോസ് എന്താണ്, ട്രാൻസോസ് അതിൻ്റെ 15ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടുക്കുള്ള 200 വിദ്യാർത്ഥികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് നമ്മുടെ കോഴ്സുകൾ, ഏകദേശം 1 ലക്ഷം രൂപയോളം വരുന്ന കോഴ്സുകൾ നമ്മൾ സൗജന്യമായിട്ട് CSR പദ്ധതി പ്രകാരം അർഹതപ്പെട്ട 200 വിദ്യാർത്ഥികളെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് മറ്റു സപ്പോർട്ടുകൾ കൊടുക്കുകയും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ട്രാൻസോസ് 15ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ആവിഷ്കരിക്കാനായിട്ട് പോകുന്നത്. സോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ ട്രാൻസോസ് എന്താണെന്ന് പറഞ്ഞാൽ, ട്രാൻസോസ് ഒരു 15 വർഷമായിട്ടുള്ള കേന്ദ്ര തൊഴിൽ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു HBP ആണ്, ഹെൽത്ത് കെയർ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമാണ്. മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകൾക്ക് ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകി വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ തിരുവനന്തപുരം അമ്പലത്തറയാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ കാലിക്കറ്റ്, പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ് നാഗർകോവിൽ, ബാംഗ്ലൂർ, അതുപോലെ ദുബായിലും ഒക്കെ ആയിട്ട് 10ഓളം ബ്രാഞ്ചുകളിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം ക്ലാസ്സസും മറ്റുമെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കേന്ദ്രവൽകൃത പദ്ധതികളായിട്ടുള്ള PMKVY, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, DDU-GKY തുടങ്ങിയ പദ്ധതികളിലും നമ്മൾ സൗജന്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു കോഴ്സുകളും അല്ലാതെയുള്ള കോഴ്സുകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി മുതൽ, അതായത് ബിവോക് ഡിഗ്രി, ബാച്ചലർ ഓഫ് വൊക്കേഷണൽ ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകളും നമ്മളിപ്പം ട്രാൻസോസിൽ ചെയ്തു വരുന്നുണ്ട്. സോ അപ്പം നമ്മൾ 15 വർഷം എത്തി നിൽക്കുന്ന ആ ഒരു സെലിബ്രേഷൻ നമ്മുടെ സമൂഹത്തിന് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു 200 കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അത് ഒരു എൻട്രൻസ് എക്സാം മുഖേനയായിരിക്കും നമ്മൾ 200 വിദ്യാർത്ഥികളെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ 30% SC, ST, OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് സംവരണമുണ്ട്. ബാക്കിയുള്ള 70% ആയിരിക്കും ജനറൽ കാറ്റഗറിയുള്ള സ്റ്റുഡൻസിനായിട്ട്. അപ്പൊ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമ്മൾ സൗജന്യമായിട്ട് പഠനം അതുപോലെ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നതെന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ കോഡിംഗ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ 4 കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ ഏകദേശം 1 വർഷത്തിനുള്ളിൽ വരുന്ന കോഴ്സുകളാണ്. +2 മുതൽ യോഗ്യതയുള്ളവർക്ക് മെഡിക്കൽ കോഡിംഗ് ഒഴികെയുള്ള ബാക്കിയുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. 3 മുതൽ 1 വർഷം വരെയാണ് കോഴ്സിന്റെ ദൈർഘ്യം വരുന്നത്. ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയാണ്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സുകൾക്ക് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ കൂട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ സീനിയർ അക്കാഡമിക് കോർഡിനേറ്ററിലേക്ക്. നമസ്കാരം. ട്രാൻസോസിൻ്റെ 15ാം വാർഷികം പ്രമാണിച്ച് നമ്മൾ സാർ പറഞ്ഞ പോലെ തന്നെ 200 സ്റ്റുഡൻസിനാണ് ഈ ഒരു CSR പദ്ധതി പ്രകാരം ഫ്രീ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ കോഴ്സസ് എന്ന് പറഞ്ഞാൽ സാർ ഈ പറഞ്ഞ പോലെ തന്നെ 4 കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മൾ ജസ്റ്റ് അവർക്ക് ഒരു 3 to 6 months അല്ലെങ്കിൽ 3 to 1 year വരെയുള്ള ഒരു കോഴ്സ് കൊടുത്ത് ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പകരം ഇപ്പം കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് ജോലി സാധ്യതയുള്ള കോഴ്സസ് തന്നെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട്, അതായത് ഈ 200 കുട്ടികൾക്ക് കോഴ്സ് 200 അല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഫ്യൂച്ചർ വേണം, അല്ലെങ്കിൽ അവർക്കൊരു ജോബിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവർക്കത് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളതും ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ കരിക്കുലം അതുപോലെ തന്നെയാണ് കരിക്കുലവും സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ജസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ജോബിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അവർക്ക് സക്സസ്ഫുൾ ആവണം എന്നില്ല, ഈവൻ ഇന്റർവ്യൂവിനാണെങ്കിൽ പോലും. അപ്പോൾ ഇന്റർവ്യൂവും കൂടി അവർക്ക് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ
സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കൂടി അവർക്ക് കമ്പൽസറി ആയിട്ടും കിട്ടണം. സോ അതുകൊണ്ട് നമ്മുടെ അക്കാഡമിക് കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട്സിന് പുറമെ അവർക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോക്ക് ഇന്റർവ്യൂ പ്രാക്ടീസ് ഉൾപ്പെടെയാണ് ട്രെയിനേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്ക് ഈ ഒരു അക്കാഡമിക്സ് അല്ലാണ്ട് അവരുടെ വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പാനൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ട്രെയിനേഴ്സ് ആണെങ്കിലും വെൽ ക്വാളിഫൈഡ് ആണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. സോ അവരും ഈ NSDCയുടെ കരിക്കുലം യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൂടി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെയിനേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അപ്രോച്ചബിൾ ആണ്. ഇപ്പൊ സ്റ്റുഡൻസിന് ഇത് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി സ്റ്റുഡൻസും ഒരു 18 വയസ്സ് മുതൽ ഒരു 25 ഇയേഴ്സ് വരെ മെജോറിറ്റി സ്റ്റുഡൻസ് അങ്ങനെയാണ്. അതിൽ കൂടുതൽ ഏജ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അവർക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പൊ അവർക്ക് നല്ല രീതിയിലൊരു മോട്ടിവേഷൻ എന്താണെങ്കിലും ഉണ്ടായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് അതും കൂടി പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഒരു കരിക്കുലത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ജോബിലേക്ക് കയറി കഴിഞ്ഞാലും അവർക്ക് അവിടെയുള്ള ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കരിക്കുലം ആണ് അല്ലെങ്കിൽ ക്ലാസ്സസ് ആണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കമ്പ്യൂട്ടർ ലാബ്, അതായത് കമ്പ്യൂട്ടർ ഫെസിലിറ്റി വേണ്ട കോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള കോഴ്സസിൽ, അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലാബ് ഫെസിലിറ്റി വേണ്ട കോഴ്സസിന് അവർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റീസ് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത്രയും ഇപ്പൊ 200 സ്റ്റുഡൻസിനും നമ്മുടെ ഇവിടെ ഈ CSR പ്രോഗ്രാമിൽ പഠിക്കുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാ സ്റ്റുഡൻസിനും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് കിട്ടും. അപ്പൊ ആ ഒരു ക്വാളിറ്റി ക്ലാസ് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരെല്ലാവരും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഈവൻ ഇന്റർവ്യൂവിൽ അവർക്കൊരു ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണം, ക്ലിയർ ആയിട്ടുള്ള തറോ ആയിട്ടുള്ള ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ എൻഷുർ ചെയ്യുന്നത്. പിന്നെ സാർ പറഞ്ഞ പോലെ തന്നെ പ്ലേസ്മെന്റും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ട്രാൻസ്ഫോഴ്സിന്റെ എയിം തന്നെ യൂത്തിനെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എയിം. അപ്പൊ സ്കിൽഡ് ആക്കുന്ന സമയത്ത് ആ സ്കിൽ മാത്രം വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ഇന്റർവ്യൂ പാസ് ആവാൻ പറ്റണം എന്നില്ല. സോ അതിനും വേണ്ടി പറ്റുന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ കരിയർ ഗ്രോത്തും കൂടിയിട്ട് ലക്ഷ്യമിട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ എല്ലാ സ്റ്റുഡൻസിനും മാക്സിമം അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതിൽ 4 പ്രോഗ്രാംസ് ആണ് വരുന്നത്: മെഡിക്കൽ കോഡിംഗ്, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, പിന്നെ ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ 4 കോഴ്സസ് ആണ് വരുന്നത്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് രാഖി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനർ ആണ്. ട്രാൻസ്ഫോഴ്സ് CSR ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ 4 കോഴ്സുകൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുവാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് വരുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്ക് 8 മന്ത് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 6 മന്ത് ക്ലാസ് പ്ലസ് 2 മന്ത് ഇന്റേൺഷിപ്പ് ആണ്. 6 മന്ത് ക്ലാസ്സിന് ശേഷം അവർക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലാണ് അവർ ചൂസ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു CSR ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയാണ് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അർഹതപ്പെട്ട സ്റ്റുഡൻസിന് കിട്ടണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം തന്നെ അതാണ്. കൂടാതെ തന്നെ OBC SC ST കാറ്റഗറീസിന് 30% സംവരണവും കൊടുക്കുന്നുണ്ട്. എൻട്രൻസ് ടെസ്റ്റിന്റെ ബേസിലായിരിക്കും ഇതിന്റെ അഡ്മിഷൻ ഉണ്ടാവുക. 30% SC ST OBC കാറ്റഗറീസിനാണ് നമ്മൾ സംവരണം കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രോജക്റ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇൻഡസ്ട്രീസ് നോക്കിയാൽ അറിയാം, ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ജോബ് ഷുവർ ഉള്ള കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് കോമ്പറ്റീഷനും കൂടി വരുവാണ്. അപ്പോൾ കുറെ കുട്ടികൾക്ക് ഫീസ് ഇല്ല, പേയ്മെന്റിന്റെ ഇഷ്യൂ ആയിട്ട് പഠിക്കാൻ പറ്റാതെയായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ എത്തുവാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി അവർക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോടെ അവർക്ക് ഹോസ്പിറ്റൽസിൽ, എസ്പെഷ്യലി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കോഴ്സിൽ അനാറ്റമി, ഹ്യൂമൻ ബോഡി ഉണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബേസിക്, അഡ്വാൻസ്, ഹോസ്പിറ്റലിന്റെ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും അവരുടെ ജോബ് റോൾസും എല്ലാം നമ്മളിവിടെ സിലബസിൽ കവറപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ്,
പുറത്ത് പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഇംഗ്ലീഷ് ഇപ്പൊ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷിന്റെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതും പിന്നെ ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസും പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ സോഫ്റ്റ്വെയർ ആണെങ്കിലും അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കിൽ ആണെങ്കിലും എല്ലാം ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു സ്റ്റുഡന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചായിട്ടാണ് ആ സ്റ്റുഡന്റിന് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ടൈപ്പിംഗിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, സോഫ്റ്റ്വെയറിന്റെ ആയാലും എല്ലാം സർട്ടിഫിക്കറ്റ് നേടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഇറങ്ങിയിട്ട് അവർ ഇന്റേൺഷിപ്പിന് പോകുന്നത്. പോരാത്തതിന് 2 month ഇന്റേൺഷിപ്പിന് അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോബിനൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. സോ അത് അർഹതപ്പെട്ട സ്റ്റുഡൻസിന് ഇത് പഠിക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എസ്പെഷ്യലി ഒരു ഹോസ്പിറ്റൽസിന്റെ ടോപ്പ് മോസ്റ്റ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. HR ആയാലും PR, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, പല ടോപ്പ് മോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. താങ്ക് യു. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് August 10 ആണ്. +2 മുതൽ യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ കോഴ്സുകൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരത്ത് രജിസ്ട്രേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ട്രാൻസോസിന്റെ ബ്രാഞ്ച് ആണ്. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നമ്മുടെ ഹോളി ഏഞ്ചൽ സ്കൂളിന് അടുത്തായിട്ടാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത്. അതുപോലെ തന്നെ അമ്പലത്തറയിലും BM കൺവെൻഷൻ സെന്ററിന് ഓപ്പോസിറ്റ് ആയിട്ടും ബ്രാഞ്ച് വരുന്നുണ്ട്. ഇവിടെ 2 നമുക്ക് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആണ്. അതുപോലെ കേരളത്തിലുള്ള മറ്റ് ബ്രാഞ്ചുകളിലും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നന്ദി, നമസ്കാരം. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.